ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വഴുതനങ്ങയുടെ ഞെട്ട് കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഞെട്ടൊക്കെ ഇതിൻ്റെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെടുകെ ഒന്ന് പൊളിക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ചെറിയ പീസായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 സവാളയും 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കറിവേപ്പില, ഇപ്പോൾ സവാള നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇതൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് വഴറ്റി എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നന്നായി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും പിടിക്കണ രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ചൊന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു ലേശം ഉപ്പിൻ്റെയും കൂടിയും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടഞ്ഞ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇപ്പോൾ ഇത് നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടിയായാലും ചോറിൻ്റെ കൂടിയായാലും കഴിക്കാൻ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.